എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 21 തൊട്ടുള്ള ശ്ലോകം പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 21. അലം ഹൃദൈരലം തീർത്ഥം അലം യോഗൈരലാമഘേ അലം ജ്ഞാനകഥാലാഭേ ഭക്തിരേകൈവ മുക്തിദാ. അലം ഹൃദൈരലം തീർത്ഥേ അലം യോഗേ അലം മഘേ അലം ജ്ഞാനകഥാലാഭേ ഭക്തിരേകൈവ മൂർത്തിദാ. വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്നാനങ്ങൾ, യോഗാഭ്യാസങ്ങൾ, യാഗാനുഷ്ഠാനങ്ങൾ, ജ്ഞാനലാഭത്തെ ഉദ്ദേശിച്ചുള്ള കഥാപ്രസംഗങ്ങൾ എന്നിവ ഒന്നും ആവശ്യമില്ല. എല്ലാം വിട്ടുകളയാം. ഭക്തി ഒന്നു തന്നെ മുക്തിയെ സാധിപ്പിക്കും. ശ്രീസൂത ഉവാച. ശ്ലോകം 22. ഇതി നാരദനർണീതം സമാഹാത്മ്യം നിശമ്യ സർവാംഗപൃഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. നാരദേ നിർമ്മിതം, നാരദരാൽ നിർണയിക്കപ്പെട്ട സ്വമാഹാത്മ്യം, തൻ്റെ മഹാത്മ്യത്തെ നിശമ്യ കേട്ടിട്ട് സർവാംഗപുഷ്ടിം ആപന്ന സർവാംഗപുഷ്ടിയെ പ്രാപിച്ച അവൾ നാരദരോട് വാക്യത്തെ അബ്രവീത് പറഞ്ഞു. സൂതൻ പറഞ്ഞു, ഇപ്രകാരം നാരദർ സ്വമാഹാത്മ്യത്തെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ സകല അവയവങ്ങൾക്കും ഈ പുതിയ പുഷ്ടി ഉണ്ടായിത്തീർന്ന ഭക്തി നാരദരോട് പറഞ്ഞു. ശ്രീ ഭക്തിരുവാച. ശ്ലോകം 23. അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കദാചിത് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. ഭക്തി പറഞ്ഞു, അത്യാശ്ചര്യം ഹേ നാരദ, അങ്ങ് ധന്യനാകുന്നു. അങ്ങയ്ക്ക് എൻ്റെ പേരിൽ ഇളക്കമില്ലാത്തതായ പ്രീതിയുണ്ട്. ഞാൻ അങ്ങയെ ഒരു കാലത്തും വിട്ടുപിരികയില്ല. എപ്പോഴും അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ വസിച്ചുകൊള്ളാം. ശ്ലോകം 24. കൃപാലുനാഥയാ സാധോ മദ്ഭാദംസിദാക്ഷണാൾ പുത്രയോ ചേതനാനാസി തതോ ബോധയ. കൃപാലുവായ അങ്ങ് ക്ഷണത്തിൽ എൻ്റെ ദ്രവത്തെ തീർത്ത് രക്ഷിച്ചു. പുത്രന്മാർ അശക്തന്മാരും ബോധഹീനന്മാരുമായിട്ട് കിടക്കുന്നു. അവരെ ആ ബോധക്ഷയത്തിൽ നിന്ന് ഉണർത്തേണമേ. സൂത ഉവാച. ശ്ലോകം 25. തസ്യ വജസ്സമാകർണ്യ കാരുണ്യം നാരദോ ഗതഃ തയോർബോധനമാരേവേ കരാഗ്രേണ വിമർദയൻ. സൂതൻ പറഞ്ഞു, അവളുടെ അഥവാ ഭക്തിയുടെ വാക്ക് കേട്ടിട്ട് കരുണ തോന്നിയ നാരദൻ ജ്ഞാനവൈരാഗ്യങ്ങളാവുന്ന പുത്രന്മാരെ കൈകളുടെ അഗ്രഭാഗത്താൽ തലോടിക്കൊണ്ട് ഉണർത്തുവാൻ ആരംഭിച്ചു. ശ്ലോകം 26. മുഖം സംയോജ്യ കർണാദേ ശബ്ദമുച്ചേ സമുച്ചരൻ ജ്ഞാനപ്രബുദ്ധ്യതാം ശീഘ്രം ഹേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. നാരദമുനിയുടെ മുഖത്തെ കർണസമീപത്തിൽ വെച്ചുകൊണ്ട്, ഹേ ജ്ഞാനിമേ ഭവാൻ ഉണരുക, ഹേ വൈരാഗ്യ ഭവാൻ വേഗം ഉണരുക എന്നിങ്ങനെ ഉച്ചത്തിൽ സ്പഷ്ടമായി ഉച്ചരിച്ചുകൊണ്ട് ഉണർത്തുവാൻ പരിശ്രമിച്ചു. ശ്ലോകം 27. വേദവേദാന്തഘോഷേശ ഗീതൈ പാടേ മുഹോർമുഹോ ബോധ്യമാനോ തഥാ തേന കഥഞ്ചിച്ചോദിതോ ബലാത്. വേദങ്ങൾ, വേദാന്തങ്ങൾ എന്നിവയെ ഉച്ചത്തിൽ ഉച്ചരിച്ചിട്ടും ഭഗവത്ഗീത വായിച്ചിട്ടും വീണ്ടും വീണ്ടും ബോധിപ്പിച്ചു. അപ്പോൾ അശക്തന്മാരായിരിക്കുന്നുവെങ്കിലും നാരദരുടെ ഉപചാര വൈഭവത്താൽ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രയാസപ്പെട്ട് ഉണർന്നെഴുന്നേറ്റു. ശ്ലോകം 26. നേത്രേ അനവലോകന്തോ ജൃംഭന്തോ സാലസാവുഭോ ഭഗവത് പാലിതോ പ്രായ ചുഷ്കകാഷ്ടസമാംഗവോ. ഉണർന്നെഴുന്നേറ്റുവെങ്കിലും കണ്ണുകൾ മിഴിച്ച് വസ്തുക്കളെ നോക്കുന്നില്ല. അടിക്കടി
വായ് തുറന്ന് കോട്ടുവായിട്ടുകൊണ്ട് ആലസ്യത്തെ വെളിപ്പെടുത്തുന്നു. വെള്ളക്കാറ്റുകളെന്ന പോലെ രോമങ്ങൾ മുഴുവനും വെളുത്തിരിക്കുന്നു. സാമാന്യം അവയവങ്ങളെല്ലാം ഉണങ്ങിയ വിറകുന്ന പോലെ മാംസരക്തങ്ങളില്ലാതെ അസ്ഥിപ്രായങ്ങളായിരിക്കുന്നു. ശ്ലോകം 29. രുക്ഷാമോദോ നിരീക്ഷൈവ പുനഃസ്ഥാവപരായണൗ ഋഷിചിന്ത പരോജാതഃ കിം വിധേയം മയേതി ച. ക്ഷുക്ഷാമോ വിശപ്പുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന തൗ അവർ രണ്ടുപേരെ പുനഃസ്ഥാവപരായണവും പിന്നെയും ഉറക്കത്തിൽ തൽപരന്മാരായിട്ട് നിരീക്ഷ ഏവ കണ്ടിട്ട് ഋഷി മയാ എന്നാൽ കിം വിധേയം എന്തു ചെയ്യപ്പെടണമെന്ന് ചിന്താപര ജാത ചിന്തയുക്തനായി ഭവിച്ചു. വിശന്നു തളർന്നു കിടക്കുന്ന അവർ രണ്ടുപേരും പിന്നെയും ഉറങ്ങുവാൻ തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കണ്ടപ്പോൾ നാരദമുനി ഇവരുടെ ക്ഷീണം തീർപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ശ്ലോകം 30. അഹോ നിദ്രാഗതം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിധി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ. അഹോ ഇവരുടെ നിദ്രയും അതികഠിനമായി ബാധിച്ചിരിക്കുന്ന വൃദ്ധത്വവും എങ്ങനെ ഇല്ലാതെയാകുമെന്ന് ചിന്തിച്ചിട്ടും മാർഗം കാണാത്തപ്പോൾ ഹേ ശൗനക, നാരദമുനി അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായ ശ്രീ ഗോവിന്ദനെ സ്മരിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.